Thank you guys for displaying those impressive moves. The art of defending oneself. The art of warding off physical harm. The art of carrying oneself confidently. The art of making quick and the right decisions. And the art of living life to the fullest within the precincts of discipline and social norms. Unfettered in the face of danger and challenges is the martial art of karate. Here we have the Chavara Karatekas taking the stage, displaying their fighting and defending skills. കരാട്ടെ ഡെമോൺസ്ട്രേഷനാണ്. നമ്മൾ കളരി ഡെമോൺസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മാർഷൽ ആർട്സ് രണ്ടും കരാട്ടയും കളരിയും എല്ലാം നമ്മൾ മാർഷൽ ആർട്സ് ആയോധന കലയിൽപ്പെട്ട കാര്യമാണ്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് നമ്മൾ ഒരു ചെറിയ പ്രോഗ്രാം, ആദ്യമായിട്ട് നമ്മളൊരു മാസ് കാട്ട. അടുത്തതായിട്ട് നമ്മൾ കരാട്ടയിൽ ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ ബോഡിയുടെ ദൃഢത, ഇവയെല്ലാം മനസ്സിലാക്കുന്ന കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ്, അത് നമ്മുടെ കൂടത്തിലുള്ള ഒരു 4ാം ക്ലാസ്സുകാരൻ അഭിനവ് കൃഷ്ണ നമുക്ക് കാണിച്ചു തരുന്നു. നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളൊരു പുഷപ്പ്, നമ്മുടെ കൈക്കും ഒക്കെ നല്ല പവർ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ പുഷപ്പ് പല രീതിയിലുണ്ട്. അതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഫിംഗർ പുഷപ്പ്, അത് വേറൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി 3 വിരലിലാണ്, അതായത് നമ്മളൊരു കൈയാൽ 5 വിരലുണ്ട്,
ആ വിരലെല്ലാം പവർ കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ് ഒരു ഫുള്ളായിട്ടുള്ളത്. പക്ഷേ ഇത് കുറേ കൂടെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ 3 വിരലിന് പുഷപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എത്ര എണ്ണം ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 അപ്പ്. ഇത് ഒരു ലാസ്റ്റ് അല്ല, 25 പ്രാവശ്യമാണ് ചെയ്തിട്ടുള്ളത്. ഉറപ്പ് ഞാൻ പറയുന്ന ഒരു ബ്ലാക്ക് ബെൽറ്റുകാരനെ കൊണ്ട് 3 വിരലിൽ ഇത്രയും ചെയ്യാൻ പറ്റില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ നമ്മളൊരു പർപ്പിൾ ബെൽറ്റ് കിട്ടിയ ഒരു 4ാം ക്ലാസ്സുകാരൻ ഇത്രയും ചെയ്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ കരാട്ടയിലെ മെയിനായിട്ടുള്ള അറ്റാക്കുകൾ, ബ്ലോക്കുകൾ അതൊക്കെ മനസ്സിലാക്കുന്ന ബേസിക് എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അടുത്തതായിട്ടൊരു നൈഫ് അറ്റാക്കാണ്. നമുക്ക് അറിയാമല്ലോ, കടാര ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ കരാട്ടയുടെ പിൻബലത്തോടുകൂടി വളരെ അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നത്, നമ്മുടെ എതിരാളിയെ കീഴ്പ്പെടുത്തുന്നത് എന്ന് ആൻ്റണും അഭിനവ് കൃഷ്ണയും ചേർന്ന് കാണിച്ചു തരുന്നു. അറ്റാക്ക് ചെയ്യുന്നു അഭിനവ്. വേറൊരു രീതിയിൽ വ്യത്യസ്തമായ രീതിയാണ് നമ്മളിവിടെ കാണിച്ചു തരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഉയർന്ന് ജമ്പ് ചെയ്ത്
നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ജമ്പിങ് കിക്ക് എന്ന് പറയും. നമ്മൾ ഉയർന്ന കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കിക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നിലത്ത് നിന്നുകൊണ്ടുള്ള കിക്കല്ല, നല്ല ഹൈറ്റിൽ. നമ്മൾ കാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി മനസ്സിലാക്കുന്ന ഒരു ടെക്നിക്കാണ്. അഭിനവ് ആണ് നമ്മൾ ഇത് ചെയ്ത് കാണിക്കുന്നത്. കാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ നമ്മൾ കൈ പോലെ തന്നെ അത്ര സൂക്ഷ്മതയോടുകൂടി എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് അഭിനവ്. ഒരു ജിംനാസ്റ്റിക്കിൻ്റെ മെയ് വഴക്കത്തോടു കൂടി വളരെ കൃത്യമായ രീതിയിൽ ഒരു ചുണ്ടിൽ വെച്ചിരിക്കുന്ന തിരിയാണ്. അത് എടുത്ത് അതിൻ്റെ ലെവൽ താഴാതെ റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും അവിടെ തന്നെ വയ്ക്കുകയും അവിടെ തിരി ഒരു കാരണവശാലും വിടുകയില്ല എന്ന് പറഞ്ഞ് കടിച്ചു പിടിച്ചേക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ടെക്നിക്കാണ് കാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി മനസ്സിലാക്കുന്ന. നമ്മുടെ തലയിൽ കൊള്ളാതെ ആപ്പിൾ കിക്ക് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നമുക്ക് വളരെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ചെയ്യുന്നയാൾ ഒരു 4ാം ക്ലാസ്സുകാരനാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് പ്രോത്സാഹിപ്പിക്കാം. അല്പം ശക്തി കുറവായിരുന്നേ ഉള്ളൂ, എന്നാൽ നമ്മൾ ലക്ഷ്യം കണ്ടു. നമ്മൾ കുമിറ്റേ, അതായത് കുമിറ്റേ എന്ന് പറഞ്ഞാൽ ഫൈറ്റാണ്. ഇത് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്ന അറ്റാക്കിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് തിരിച്ച് അറ്റാക്ക് ചെയ്ത് നമ്മുടെ എതിരാളിയെ കീഴ്പ്പെടുത്തുന്ന ഒരു ടെക്നിക്കാണ്. നമ്മൾ റിയൽ ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്തും വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്നു, അതിനെ അനുയോജ്യമായ രീതിയിൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നു, തിരിച്ച് അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തുന്നു.
അടുത്തതായിട്ട് നമ്മളൊരു കത്ത ഡെമോൺസ്ട്രേഷനാണ്. ഈ ആദ്യമായിട്ട് നമ്മളൊരു കത്ത കണ്ടിരുന്നു. ഇതൊരു സീനിയർ കാട്ടയാണ്, ബ്ലാക്ക് ബെൽറ്റിൻ്റെ ലെവൽ കാറ്റഗറിയിലുള്ള ഒരു സീനിയർ കാട്ടയാണ്. അത് നമ്മുടെ ആൻറ്റൺ, അതായത് 10ാം ക്ലാസ്സുകാരനായ ആൻറ്റൺ എൻ്റെ സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ മെയ് മാസം മുതൽ എൻ്റെ ബ്ലാക്ക് ബെൽറ്റുകാരനാണ്. അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ബ്ലാക്ക് ബെൽറ്റ് ഇവിടെ ഉള്ളത്. പല വർഷങ്ങളിലും ഒന്നിൽ കൂടുതൽ ബ്ലാക്ക് ബെൽറ്റുകാർ ഇവിടെ ഉള്ളതാണ്. +2-നും ഒക്കെ ആയതുകൊണ്ട് അവരെ പങ്കെടുപ്പിക്കാൻ പറ്റാതിരിക്കുന്നതാണ്. അപ്പോൾ സ്പെഷ്യൽ ഓർഡർ മേടിച്ച് ആൻറ്റനെ കൂട്ടിയിരിക്കുകയാണ്. ആൻറ്റൺ ചെയ്യാൻ പോണ ഒരു കാര്യം സാധാരണ ആരും ചെയ്യാത്ത, ഇന്നവരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ഐറ്റമാണ്. ഒരു കത്ത എന്ന് പറയുന്ന സംഗതി കണ്ണ് മൂടിക്കെട്ടി ചെയ്യുകയാണ്. ഇന്നവരെ ആരും അങ്ങനെ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത് പോയി കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങളുടെ ഇടയിലേക്കും വരാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആൻറ്റൺ ഇത് ചെയ്യുന്നത് എന്ന്. കണ്ണ് കെട്ടുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമെല്ലാം ഉണ്ടെങ്കിൽ വന്ന് കെട്ടാവുന്നതാണ്. അതിനും നമുക്ക് കുഴപ്പമില്ല. ആരും വരുന്നില്ല എങ്കിൽ ഞാൻ തന്നെ കെട്ടുന്നു. ഈ കത്തയുടെ പേര് ജിയോൺ എന്നാണ്. ഒരു സീനിയർ കട്ട. ആൻറ്റൺ 100% കറക്റ്റായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. ആൻറ്റൺ ഇവിടുന്ന് തന്നെയാണ് തുടങ്ങിയത്. നമ്മൾ കറക്റ്റാണെങ്കിൽ എവിടുന്ന് തുടങ്ങുന്നോ അവിടെ തന്നെ വരും. നമ്മൾ തെറ്റിക്കഴിഞ്ഞാലാണ് 4 സൈഡിലേക്കും ചിലപ്പോൾ ഫ്രണ്ടിലേക്കും സ്റ്റേജ് എന്നൊക്കെ വെളിയിൽ പോവുക. കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തു. അടുത്തതായിട്ട് ഒരു കത്തായുടെ മീനിങ്, അതിൻ്റെ ബൂങ്കായി എന്ന് പറയും. അത് നമ്മളൊരു 6-7 പേരോളം നിന്ന് ചെയ്ത് കാണിക്കുകയാണ്. ഏത് രീതിയിലുള്ള ഒരു ആദ്യം നമ്മൾ സ്റ്റേജ് ഓപ്പണിങ് ചെയ്ത ആ കത്തയുടെ മീനിങ് ആണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഇതിൻ്റെ പേര് കിയാൻ ഷോഡാൻ. അടുത്ത ഐറ്റം നമ്മളൊരു ഗ്രൂപ്പ് അറ്റാക്കാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഒരാളെ നമ്മൾ അകപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ശ്രമം. അതിൽ നിന്ന് നമ്മുടെ ആൻറ്റൺ ആണ് നായകൻ. ആൻറ്റൺ എങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കും എന്ന് നമുക്ക് നോക്കാം.
അടുത്ത ഒരു ഐറ്റത്തോടുകൂടി നമ്മുടെ കരാട്ടെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ സമാപിക്കുകയാണ്. അതൊരു പിരമിഡാണ്. നമ്മൾ കരാട്ടയുടെ അറ്റാക്കുകൾ, ബ്ലോക്കുകൾ, സ്റ്റെപ്പ് ഇവ കാര്യങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മളൊരു പിരമിഡിൻ്റെ രൂപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു.